ദൈവദത്തമാണ്. കലയുടെ ഉന്നതികളിൽ അഭിരമിക്കുന്നവരാകട്ടെ ദൈവതുല്യരും. പഠനത്തിനുമപ്പുറം ഉള്ളിലെ സർഗാത്മകതയ്ക്ക് നൽകുന്ന നവോന്മേഷമായിരുന്നു KM വാസുദേവൻ നമ്പൂതിരി എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരി. വരകളുടെ പുത്തനാശയങ്ങൾ കൊണ്ട് മാന്ത്രികത തീർത്ത കലാകാരൻ. ചിത്രകാരനും ശില്പിയുമായിരുന്ന നമ്പൂതിരിയെ കേരളം ഗുരുസ്ഥാനത്താണ് എക്കാലത്തും കണ്ടിരുന്നത്. 1925 ഓഗസ്റ്റ് മാസം 19 പൊന്നാനി കരുവാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു. കലാലോകത്തിന്റെ തുടക്കമായിരുന്നു അത്. അക്കാലത്ത് ഇന്ത്യൻ ചിത്രകലയിൽ മൂർത്തമായ വിഗ്രഹങ്ങളായിരുന്നത് KCS പണിക്കരും റോയ് ചൗധരിയുമായിരുന്നു. ആ ഗുരുക്കന്മാരുടെ അനുഭവ പരിസരങ്ങളെ സ്വന്തമാക്കി തീർക്കാനായി അദ്ദേഹം മദ്രാസ് ഫൈനാൻസ് കോളേജിൽ നിന്നാണ് ചിത്രകല സ്വായത്തമാക്കിയത്. അവിടെ നിന്നാണ് നമ്പൂതിരിയുടെ കലായാനത്തിന് തുടക്കമാകുന്നത്. 7.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന കലാസപര്യ. എഴുത്തും ചിന്തകളും കലയും സാഹിത്യവും എല്ലാം നവോത്ഥാനത്തിന്റെ പടികൾ കയറിക്കൊണ്ടിരുന്ന കാലത്താണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകൾ പിറന്നു വീഴുന്നത്. സ്ത്രീ ശരീരത്തിന്റെ അനാറ്റമിയെ കാമനകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് വരഞ്ഞിട്ട അദ്ദേഹം വരകൾക്ക് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നൽകിയത് പുതിയ ഒരു ആസ്വാദന ശ്രേണി തന്നെയായിരുന്നു. 1960 അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ രേഖാചിത്രകാരനായി ചേർന്നു. അക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ച പല നോവലുകളിലെയും കഥാപാത്രങ്ങൾ വായനക്കാരിലേക്ക് എത്തിയത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഭാവനാവിലാസങ്ങളിലൂടെയായിരുന്നു. പിന്നീട് കലാകൗമുദി, സമകാലിക മലയാളം തുടങ്ങിയവയിലും അദ്ദേഹത്തിന്റെ വരകളുടെ വിന്യാസ ലോകം മലയാളികൾ ഏറ്റെടുത്തു. ഇതോടെയാണ് യഥാർത്ഥ ചിത്രീകരണത്തിനപ്പുറം കൈരേഖാ ചിത്രങ്ങൾ മലയാളികൾ ഏറ്റെടുത്തു തുടങ്ങിയത്. അതോടെ കേരളത്തിന്റെ കലാലോകത്ത് നമ്പൂതിരി ചിത്രങ്ങൾ എന്നൊരു ശൈലി തന്നെ രൂപപ്പെട്ടു വരികയായിരുന്നു. MT വാസുദേവൻ നായരുടെ 2ാം ഊഴത്തിലെ ദ്രൗപദിയും VKN കഥകൾക്ക് വരച്ച രേഖാചിത്രങ്ങളും ഏറെ പ്രസിദ്ധമായിരുന്നു. തകഴി ശിവശങ്കരപിള്ള, SK പൊറ്റക്കാട്, P കേശവദേവ്, ഉറൂബ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ തുടങ്ങി പ്രമുഖരായ പല സാഹിത്യ മനീഷികളുടെയും കഥാപാത്രങ്ങൾ നമ്പൂതിരിയുടെ രചനകളിലൂടെ ജീവസുറ്റതായി മാറി. അക്കാലത്ത് പ്രശസ്ത നിരൂപകനായിരുന്ന M കൃഷ്ണൻ നായർ സ്ത്രീകളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: നമ്പൂതിരി ചിത്രം മാതിരി സുന്ദരി എന്നായിരുന്നു. ഒരു പക്ഷേ MB ദേവനുമൊത്തുള്ള കൂടിക്കാഴ്ചയാകാം അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. രാമായണത്തിന് അദ്ദേഹം രേഖകൾ കൊണ്ട് ജീവൻ കൊടുത്തു. മഹാഭാരതത്തിലെ പ്രശസ്തമായ രംഗങ്ങൾ ഒരു ശില്പി കൂടിയായ അദ്ദേഹം ചെമ്പ് തകിടിൽ രചിക്കുകയായിരുന്നു. അതോടൊപ്പം പറയിപെറ്റ പന്തിരകുലം എന്ന പേരിലും അദ്ദേഹം ചെമ്പിൽ അത്ഭുതം മെനഞ്ഞു. കലയ്ക്ക് ജീവനേകിയ ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തെ 2 തവണ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് അവരോധിച്ചു. 2003 രാജാരവിവർമ്മ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. 5000-ലധികം രേഖാചിത്രങ്ങൾ കൊണ്ട് മലയാളത്തിന്റെ കലാലോകത്തെ അനശ്വരമാക്കി തീർക്കാൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് നിരവധി കലാകാരന്മാരും എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കലാസബരിയിൽ ചലച്ചിത്ര മേഖലയും ഉൾപ്പെടുന്നു. പ്രശസ്ത സംവിധായകൻ അരവിന്ദന്റെ കാഞ്ചനസീതയിലെയും ഉത്തരായണത്തിലെയും കലാസംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം കലാപ്രവർത്തനം നടത്തി. ഉത്തരായണം എന്ന ചിത്രത്തിലെ കലാസംവിധാനത്തിന് അദ്ദേഹത്തെ തേടി 1974 സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും എത്തി. അങ്ങനെ വിരൽത്തുമ്പിലും ഹൃദയത്തിലും സുഷുപ്തിയിലും ജാഗ്രതത്തിലും കലയുമായി ജീവിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരി വിടവാങ്ങിയിരിക്കുന്നു. കലയുടെ കെൽപ്പുള്ള മറ്റൊരു ലോകത്തിലേക്ക് പുനർജനിച്ചിരിക്കുന്നു. ഭൗമമായ കലയിൽ നിന്ന് അഭൗമമായ കലയിലേക്കുള്ള പ്രയാണം. VKNന്റെ വരയുടെ പരമശിവന്റെ പ്രയാണം.